അതായത് ഞാൻ കഴിഞ്ഞ 10 വർഷമായി കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിൽ ഭാരവാഹിയായിരുന്നു. 2 പ്രാവശ്യം ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു, 2 പ്രാവശ്യം ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ ഈ 2 വർഷക്കാലമായി പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ വിങ്ങിനെ പ്രതിനിധീകരിച്ച് ഞാൻ ജനറൽ സെക്രട്ടറി ആയി 24ാമത്തെ മാസമാണ് പ്രവർത്തിക്കുകയാണ്. ഈ വരുന്ന 27-ാം തീയതി ഓഗസ്റ്റ് ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 10 ദിവസത്തിനകത്ത് ഒരു വലിയ നാടകം ഇവിടെ അരങ്ങേറുകയാണ്. ഈ നാടകത്തിന് തിരക്കഥ എഴുതിക്കൊണ്ട് ഒരു ലോബി സജി നന്ദിയാണ്ട് ചേംബർ പ്രസിഡന്റ് ആവരുത് എന്ന ഒറ്റ ഉദ്ദേശത്തോടെ ഒരു വലിയ തിരക്കഥ, ഒരു ഗൂഢാലോചന നടത്തുകയാണ്. ഇവരുടെ 3-4 പേരുണ്ട്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഫിലിം ചേംബറിൽ 300 പ്രോജക്റ്റ് അത് ഞാൻ സൈൻ ചെയ്ത ഒരാളാണ്. എൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വിങ്ങിൽ നിന്നുള്ള ഒരു മെമ്പർഷിപ്പ് ഫിലിം ചേംബറിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഒരു ഫോമിൽ ആലോചിക്കുക, നിങ്ങൾ ആലോചിച്ചേ. അവിടെ പ്രൊപ്രൈറ്റർ എന്ന സ്ഥാനത്ത് ഞാൻ എന്തെഴുതണം? പാർട്ട്ണർഷിപ്പ് എന്ന്, പാർട്ട്ണർ എന്ന് എഴുതണം. കറക്റ്റാ? പാർട്ട്ണർ എന്ന് എഴുതുന്ന സമയത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നപ്പോൾ ഞാനത് തിരുത്തി. ഈ രാജ്യത്തെ സിവിൽ നിയമം അനുസരിച്ച് ഞാനത് തിരുത്തി നോട്ടറി പബ്ലിക്കിൻ്റെ അടുത്ത് പോയി ഞാൻ വിതരണം ചെയ്ത പടത്തിന്റെ നിർമ്മാതാവ് പോയി തിരുത്തി കഴിഞ്ഞു. ഇതാണ് ഇവർ പറയുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും ഒരു കാരണം കണ്ടെത്തി എന്നെ പ്രസിഡന്റായിട്ട് മത്സരിപ്പിക്കരുത്. കാരണം മെമ്പേഴ്സ് എല്ലാം ഹാപ്പിയാണ്. നിങ്ങൾക്കറിയാം, ഫിലിം ചേംബർ എന്ന് കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. ഒരു നിർമ്മാതാക്കൾക്കും ഒരു വിതരണക്കാരനും ഒരു തിയേറ്ററുകാർക്കും ഫിലിം ചേംബർ എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് പരാതിയില്ല. സത്യസന്ധമായി പ്രവർത്തിക്കുന്ന സംഘടനയായി മാറി. അപ്പൊ ഇവിടുത്തെ ഒരു ലോബിക്ക് അത് ഇഷ്ടമല്ല. ഞാൻ പ്രസിഡന്റായി മത്സരിക്കുന്നത് താല്പര്യമില്ല, എന്നെ ഒഴിവാക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രൊഡ്യൂസർ അസോസിയേഷന്റെ വരണാധികാരിയായ ശ്രീ കോശി ജോർജ് തന്നെയാണ് ചേംബറിന്റെ വരണാധികാരിയെ നിയമിക്കപ്പെട്ടുള്ളത്. അദ്ദേഹത്തോട് പറയുകയാണ് എന്നെ പുറത്താക്കണം. അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച്, ഇലക്ഷൻ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ, സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾക്കറിയില്ലേ, ഇലക്ഷൻ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കാര്യവും നടത്തിക്കൂടാ എന്ന്. ഇന്നലെ അടിയന്തര യോഗം വിളിച്ചു. ഞാനോടത്ത് എന്തോ വലിയ സംഭവമായിരിക്കും. ഞാൻ വിളിക്കേണ്ട ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കില്ലെന്ന് പറഞ്ഞു. എൻ്റെ സെക്രട്ടറിയെ കൊണ്ട് വിളിപ്പിച്ചു. ആ സെക്രട്ടറിയെ കൊണ്ട് വിളിച്ച സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ഒരു പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന സാധനം ഇവിടെ പ്രൊപ്രൈറ്റർ എന്ന് പറയുന്നിടത്ത് എഴുതിപ്പോയി പോലും. എന്ത് വലിയ തെറ്റാണ്. അപ്പം ഞാൻ നേതൃത്വം കൊടുത്ത സംഘടനയിൽ എനിക്കെതിരെ വലിയ ഗൂഢാലോചന നടത്തിയിരിക്കുകയാണ് ഇവർ. ഇതാണ് ഇവർ പറയുന്ന വ്യാജരേഖ. ഇതൊന്നുമല്ല കാരണം. ഞാൻ മത്സരിക്കരുത്. സാധാരണ പാവപ്പെട്ട ആൾക്കാരുണ്ട്, ഭൂരിപക്ഷം ഒറ്റപ്പെട്ട പ്രൊഡ്യൂസർമാരും വിതരണക്കാരും ഒക്കെ നമ്മളോടൊപ്പമാണ്. എല്ലാം നഷ്ടപ്പെട്ടവർ, അവർക്ക് ഏക ആശ്രയം നമ്മളൊക്കെയാണ്. അപ്പോൾ വലിയൊരു ഫിലിം ചേംബറുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2-3 പ്രാവശ്യത്തെ ഭരണസമിതിക്ക് മുമ്പ് അവിടെ റിനോവേഷൻ വർക്ക് നടന്നു. ഒരു 1.5 കോടി രൂപയ്ക്ക് അപ്പുറമാണ് അവിടെ വർക്ക് നടന്നത്. അതിലെ അഴിമതി ഞാൻ കണ്ടുപിടിച്ചു. ഈ അഴിമതിയെ ഞാൻ ചോദ്യം ചെയ്തു പല പ്രാവശ്യം. അവിടെ ഒരു കോൺട്രാക്ടർ, ഒരു സ്ഥായിയായ കോൺട്രാക്ടർ അവിടെ ഇല്ല. ഇത്തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ലോബികൾക്കിടയിലേക്ക് ഞാൻ കടന്നു വന്ന് പ്രവർത്തിക്കുന്നതും സത്യസന്ധമായി പെരുമാറുന്നതും ആർക്കും ഇഷ്ടമല്ല. ഇന്ന് ഏതെങ്കിലും ഒരു നിർമ്മാതാവിന്, ഏതെങ്കിലും ഒരു വിതരണക്കാരന്, ഏതെങ്കിലും ഒരു തിയേറ്ററുകാർക്ക് കേരളത്തിലെ ഫിലിം ചേംബറിനെ കുറിച്ച് ഒരു പരാതിയുമില്ല. അത്തരത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ കുറച്ച് ലോബികൾ ചേർന്ന് തകർക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ്. അപ്പോൾ സത്യത്തിനും നീതിക്കുമൊന്നും ഇവിടെ ഒരു വിലയില്ല എന്നതാണ്. പക്ഷെ സത്യമേ ജയിക്കത്തുള്ളൂ. അതോടൊപ്പം പ്രൊഡ്യൂസർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് 14 നടക്കുകയാണ്. ഞാൻ പ്രസിഡന്റായിട്ട് മത്സരിക്കുന്നുണ്ട്, ട്രഷററായി മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നത്, നിങ്ങൾ സാന്ദ്രയെ പിന്തുണയ്ക്കുന്നതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ 2 സീറ്റിൽ മത്സരിക്കുന്നത്? സാന്ദ്ര എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഒരിക്കലും പിന്തുണയ്ക്കില്ല. പക്ഷെ സാന്ദ്ര പറഞ്ഞ ചില ആശയങ്ങളെ, ചില കാര്യങ്ങളെ അതിൻ്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പിന്തുണയ്ക്കേണ്ടി വരും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ കോടതി വിധി ഇന്ന് വരുന്നു സാന്ദ്രയുടെ. സാന്ദ്ര പ്രസിഡന്റായിട്ട് മത്സരിക്കാൻ വരുമ്പോൾ ഞാൻ ട്രഷറായി മാറും. കാരണം എനിക്ക് 3-4 പേര് കൂടി മത്സരിക്കുന്ന ഒരു ടീമിന്റെ ഒരു വലിയൊരു ലോബിയുടെ ബലമില്ലാത്ത ആളാണ്. എൻ്റെ ബലം ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായ നിർമ്മാതാക്കളാണ്, ഒറ്റ പ്രൊഡ്യൂസർമാരാണ്. അപ്പം ഞാൻ മത്സരിക്കരുത്, ഞാൻ വിജയിക്കും നല്ല വോട്ടിന് എന്ന് കണ്ടപ്പോൾ വ്യാജമായ ആരോപണങ്ങളുമായി വന്ന് മാനസികമായി തകർക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ സാന്ദ്ര തോമസ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ചൊരു പ്രശ്നമുണ്ട്. എന്തായിരുന്നു?
അവിടെ ബൈലോവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു സാന്ദ്രയുടെ ഭാഗത്ത് അതിൽ ശരിയുണ്ടെന്ന് പറഞ്ഞു. സാന്ദ്ര പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറല്ല. അതിൽ ഏതെങ്കിലും കാര്യത്തിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടും. ശ്രീ മമ്മൂക്കായ്ക്കെതിരായിട്ട് ഒരു പ്രസ്താവന വന്നു, നേരത്തെ ഉള്ളൊരു പ്രസ്താവന റിപ്പീറ്റ് ചെയ്തതാണ്. ഞാൻ സാന്ദ്രയെ വിളിച്ച് പറഞ്ഞു, സാന്ദ്ര ഈ അവസരത്തിൽ അത് വേണ്ടായിരുന്നു. ശ്രീ ആൻഡോ ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് ശേഷം ഇന്ന് വരെ ആൻഡോ ജോസഫ് പ്രൊഡ്യൂസർ അസോസിയേറ്റിലേക്ക് വന്നിട്ടില്ല. കാരണം അദ്ദേഹം നിരപരാധിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ സാന്ദ്രയോട് ചൂണ്ടിക്കാട്ടാറുണ്ട്, സാന്ദ്ര അത് കേൾക്കാറുമുണ്ട്. സാന്ദ്രയോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒത്തിരി കാര്യങ്ങളിലേക്ക് ഇനി പോകരുത്. കാരണം സാന്ദ്ര ഈ ആദ്യമായി വരുന്നതുകൊണ്ട് അനുഭവങ്ങൾ വളരെ കുറവാണ്, നന്നായി സംസാരിക്കും. സാന്ദ്ര ആള് വെറും പാവമാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇവിടെ പറഞ്ഞത് നിങ്ങൾ ആലോചിക്കണം, ഇവിടെ ഒരു സംഘടന പ്രവർത്തിക്കുന്നത് അവിടെ അതിന്റെ ബൈലോ അനുസരിച്ചാണ് പ്രവർത്തിക്കാൻ. ഇഞ്ചിന് മാറാൻ പറ്റില്ല. അപ്പൊ ഇവിടെ സാന്ദ്രയ്ക്ക് പണമുണ്ടോ, സാന്ദ്രയുടെ പേരിൽ ആരുടെ പേരിൽ ആയിക്കട്ടെ 3 സെൻസസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഓഫീസ് പേരായിട്ട് മത്സരിക്കാമെന്ന് ബൈലോ പറയുന്നു. അപ്പൊ അവർ പറയുന്നത് സാങ്കേതികത്വമുണ്ട്. ഈ സാങ്കേതികം ചിലപ്പോൾ അവർ പറഞ്ഞത് ശരിയായിരിക്കാം. അത് തീരുമാനിക്കുന്നത് ആരാണ്? നന്മയും തിന്മയും ഇതൊന്നും വേർതിരിച്ചെടുക്കേണ്ടത് കോടതിയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട എറണാകുളം സപ്പോർട്ട് ഇന്ന് വിധി പറയും. അപ്പൊ സാന്ദ്ര മത്സരിക്കണോ വേണ്ടോ എന്ന് കോടതി തീരുമാനിക്കുക, നമ്മളല്ല തീരുമാനിക്കുക. അപ്പൊ ഞാൻ എപ്പോഴും ഇന്ന വ്യക്തി പറഞ്ഞത് അല്ല, എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി പറഞ്ഞത് നല്ലതാണെങ്കിൽ നല്ലതാണെന്നും, എനിക്ക് വെറുപ്പുള്ള ഇഷ്ടമില്ലാത്തൊരു വ്യക്തി നല്ല പറഞ്ഞാൽ അത് നല്ലതാണെന്ന് പറയാനാണ് നമുക്ക് കഴിയണം. അതല്ലേ നമ്മുടെ നീതിബോധം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ലോബി ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവര് എന്താ പറയുക, കുറെ ആൾക്കാർ ഇത് പിടിച്ചടക്കി വെച്ചിരിക്കുന്നു. അത് മാറണം. 590 രൂപ സബ്സ്ക്രിപ്ഷൻ ഫീസ് ഒരു വർഷം അടയ്ക്കും, വാർഷിക പരിസംഖ്യ അടയ്ക്കുന്ന ഒരു വ്യക്തി. എല്ലാവരും ഒരുപോലെയല്ലേ? നിങ്ങൾ ആലോചിച്ചേക്ക്. ഓൾ ആർ ഈക്വൽ എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അതിൽ ജാതിയില്ല, മതമില്ല, പ്രദേശമില്ല, എല്ലാവരും ഒരുപോലെ ഒരു സ്വന്തം വീട് പോലെ. പ്രൊഡ്യൂസർ അസോസിയേഷൻ 313 പേരുടെ വീടാണ്. ആർക്കും കയറിയില്ലാതെ വീടായി മാറണം. ഫിലിം ചേംബർ കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകാരുടെയും കേരളത്തിലെ മുഴുവൻ സിനിമാ വിതരണക്കാരുടെയും കേരളത്തിലെ മുഴുവൻ സിനിമാ നിർമ്മാതാക്കളുടെയും വീടാണ്, കുടുംബ വീടാണ്. അവിടെ ആർക്കും നമ്മൾ ഇവിടെ അവിടെ യജമാനൻ ഭാവം പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിലപാടെടുക്കുമ്പോൾ രാജാവ് തക്കനാണെന്ന് വിളിച്ചു പറയാനുള്ള തൻ്റെ ഇടം ഞാൻ കാണിക്കും. അത് ചെറുപ്പം പോലുള്ള സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ നല്ല വിരോധികളുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം ഇത്തരത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു അടിയന്തര യോഗം വിളിക്കണം. നിങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ തമാശയാണ്, പ്രൊപ്പറൈറ്റർ എന്ന സ്ഥാനം അവിടെ ഞാൻ എഴുതേണ്ടിയിരുന്നത് പാർട്ണർ ആയിരുന്നു പോലും. നിങ്ങൾക്കറിയാം GSTയെ കുറിച്ച് അറിയാം. GST രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാർട്ണർഷിപ്പ് ഡീഡ് ആക്കിയപ്പോൾ നമ്മൾ സാധാരണ എഴുതി വരാറുണ്ട്, അപ്പോൾ ഒരു തെറ്റ് പറ്റി അത് തിരുത്താം. അതൊരു ഗവൺമെന്റ് ഫോം അല്ല. നിങ്ങൾക്കറിയാലോ, 30 ലക്ഷം 40 ലക്ഷം രൂപ മുടക്കി ആധാരം നമ്മൾ രജിസ്റ്റർ ചെയ്താൽ പോലും നമുക്കത് മാറ്റാൻ നിയമമുണ്ട് ഇവിടെ. അതെ, അത് പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്. ഞാൻ പടം ഈ 5-6 മാസം കൊണ്ട് 6 പടത്തോളം ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ ഒരു കഥ, ഒരു നല്ല കഥ എന്ന് പറയുന്ന സിനിമ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ് ആണിത്. ആ എഗ്രിമെന്റ് അനുസരിച്ച് ഞാൻ ഫിലിം ചേംബറിലെ ഡിസ്ട്രിബ്യൂട്ടർ അംഗത്വത്തിന് കൊടുത്ത ഫോമില്, നിങ്ങൾ ആലോചിക്കണം, ഞാനാണ് അതോറിറ്റി, മനസ്സിലായില്ലേ? ഡിസ്ട്രിബ്യൂട്ടർ അംഗത്വത്തിന് കൊടുത്ത ഫോമിൽ 6 മാസം മുമ്പ് പ്രൊപ്പറൈറ്റർ ഒന്നും അറിയാതെ എഴുതിപ്പോയി. ഇതന്നെ ഗവൺമെന്റ് ഫോമാണോ? അവിടെ ഇരിക്കുന്ന മുഴുവൻ ഇപ്പൊ ലെസ്റ്റിൻ സ്റ്റീഫനിയുടെ മെമ്പർഷിപ്പ് കൊടുത്തു, ഞാനാ കൊടുത്തത്. DCRന്റെ കോപ്പിയില്ല. സന്ദീപ് സേനന് കൊടുത്തു, DCRന്റെ കോപ്പിയില്ല. അതിലൊന്നും വലിയ കാര്യം. ലെസ്റ്റിൻ സ്റ്റീഫൻ പടം ചെയ്യുന്നത് എല്ലാവർക്കും അറിയില്ലേ? ഇനിയിപ്പോ ശ്രീ നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് നമുക്കറിയില്ലേ? നമ്മൾ തൊട്ട് നോക്കണം. ഇതെന്തായി പറയുന്നത്? സന്ദീപ് സേനൻ പടം ചെയ്യുന്ന ആളാണ് എന്ന് നമുക്കറിയില്ലേ? ഒരു തെറ്റുമില്ല. ഒരു സ്വകാര്യ ഫോമല്ലേ ഇത്? ഒരു പാസ്പോർട്ടൊന്നും അല്ലല്ലോ. ഇതൊരു മനുഷ്യനെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യമല്ലേ? ഈ ലോബി എന്ന് പറയുന്നത് സാന്ദ്ര തോമസ് ഒക്കെ ഉന്നയിക്കുന്നത് ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ അടക്കമുള്ള ആളുകളാണ്. ആ ലോബിയെ തന്നെയാണോ ഉദ്ദേശിച്ചത്? അല്ല, ലിസ്റ്റിൻ സ്റ്റീഫൻ ഇക്കാര്യത്തിലൊന്നും ഒരു പങ്കുണ്ട്. അവിടെ ചേംബറിൽ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നിങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു വ്യക്തിയുണ്ട്, ഇതുവരെ ആ വ്യക്തി മറന്നീക്കി പുറത്തു വന്നിട്ടില്ല. ഇയാളാണ് ഇതിന്റെ എല്ലാ സൂത്രധാരകൻ. ഇയാളാണ് സാന്ദ്ര തോമസിനെ പുറത്താക്കാനായിട്ട് ചരട് വലിച്ചയാള്. ഇയാളാണ് സുരേഷ് കുമാറിനെ സംബന്ധിച്ചാൽ ഞാൻ പറയാം, വ്യക്തിപരമായി ഇത്ര നല്ലൊരു മനുഷ്യനില്ല. അദ്ദേഹത്തെ കുറിച്ച് എന്റെ അഭിപ്രായമാണ്. ഞാൻ അദ്ദേഹത്തെ എപ്പോഴും ഇടപെട്ട് ജീവിക്കുന്നവരാണ്. ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് രാജിവെക്കുമ്പോൾ, ഇന്നലെ ഞാൻ തമാശ 2 പ്രാവശ്യം രാജിവെച്ചെന്നുള്ള ഒളിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ശ്രീ അനിൽ തോമസ് ആണ്. ഈ അനിൽ തോമസ് ആണ്
ഈ ഈ പറയുന്ന ഈ കംപ്ലീറ്റ് പ്രശ്നം ഉണ്ടാക്കിയത്. സാന്ദ്ര തോമസ് എന്ന് പറഞ്ഞ വ്യക്തി അനിൽ തോമസ് സംവിധാനം ചെയ്യാൻ സാന്ദ്ര തോമസിനെ സമീപിച്ച് കുറെ നാൾ സാന്ദ്ര തോമസിനെ സോപ്പിട്ട് നടന്നു. ഈ പടം ഈ കഥ കൊള്ളില്ല, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ലാണ്ട് സാന്ദ്ര തോമസ് പറഞ്ഞെടുത്തുനിന്ന് സാന്ദ്ര തോമസിനെ തീർക്കാനുള്ള ശ്രമം തുടങ്ങി. ഈ അനിൽ തോമസ് ആണ് സാന്ദ്ര തോമസിനെ പുറത്താക്കാൻ ബ്രെയിൻ വാഷ് ചെയ്തത്. കാരണം നമ്മളെ സിയാദ് കോക്കർ നല്ലൊരു ലീഡറാണ്. ഇവരെ എല്ലാം ഭയങ്കരമായി ബ്രെയിൻ വാഷ് ചെയ്തു. തലേ ദിവസം ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, സാന്ദ്ര തോമസിനെ പുറത്താക്കരുത് ഞാൻ പറഞ്ഞു. കാരണം ഞാൻ അന്നൊരു ഡയലോഗ് പറഞ്ഞു, എല്ലാ പാമ്പും ചേരയല്ല. സാന്ദ്ര തോമസിനെ പുറത്താക്കുമ്പോൾ അവരുടെ വഴിക്ക് നീങ്ങുമ്പോൾ ഇത് ഭയങ്കര പ്രശ്നങ്ങളായി മാറും, ഇത് വലിയ വിഴപ്പലുക്കലായി മാറും. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ സാന്ദ്ര തോമസ് കേസുമായി പ്രശ്നമായി, രണ്ടും രണ്ട് ദിക്കിലേക്ക് പോയി. ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. അന്ന് അതിനകത്ത് ഏറ്റവും നിരപരാധിയാളാണ് നമ്മുടെ ആൻഡോ ജോസഫ്. ആൻഡോ ജോസഫ് ഇതുവരെ ഒരു കാര്യത്തിൽ പ്രതികരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു പ്രൊഡ്യൂസറെ കളിപ്പിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം പോലും ഇന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ ചോദ്യചിഹ്നമായി മോശമായ പ്രതിച്ഛായയിലേക്ക് കൊണ്ടെത്തിച്ചതിന് പിന്നിൽ ഈ ഒരു വ്യക്തിയാണ്. ഇത് ഫിലിം ചേംബറിലും എൻ്റെ ഇന്നലത്തെ ഡിസ്ട്രിബ്യൂട്ടർ അംഗത്വത്തിൽ നിന്നുള്ള എൻ്റെ ഫ്രീസ് എന്റെ മാറ്റി നിർത്തിയതിൽ ഈ അനിൽ തോമസ് ആണ് പ്രധാന പങ്ക് വഹിച്ചത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ശ്രീ സജി ചെറിയാൻ എന്ന് പറയുന്ന മിനിസ്റ്ററുമായി ഞങ്ങൾ ചർച്ചയ്ക്ക് പോയി. അന്ന് രാത്രിയിൽ അവിടെ ഒരു ഹോട്ടലിൽ ഈ ഗൂഢസംഘം ഇരുന്ന് ഈ വരുന്ന 27-ാം തീയതി എന്നെ എങ്ങനെ ഫിലിം ചേംബർ പ്രസിഡന്റ് ആക്കാതിരിക്കാം എന്ന കാര്യത്തെക്കുറിച്ച് ഗവേഷണം നടത്തുകയായിരുന്നു. അതിന്റെ ഭാഗമാണ് നിങ്ങൾ ആലോചിച്ചേക്ക്, ഫിലിം ചേംബറിൽ ഇരുന്ന ഒരു ഫയല്, ആ ഫയലിലെ വിവരങ്ങൾ എങ്ങനെ തിരുവനന്തപുരത്തുള്ള ഒരു വ്യക്തി അറിയും? നിങ്ങൾ ആലോചിച്ചേക്ക്. ഇതന്നെ കാക്ക കൊണ്ട് കൊടുക്കുമോ, അല്ലെ തത്തമ്മ കൊണ്ട് കൊടുക്കുമോ? അപ്പം ഇതിനകത്ത് ചില ആൾക്കാരുണ്ട്, അതായത് ഇത് ഒരു വിധത്തിൽ നന്നാവരുത്, ഇത് നശിക്കണം, പിന്നെ അധികാരമോഹികൾ, ഇങ്ങനെ കുറേയുള്ള ആൾക്കാർ, പിന്നെ സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നവർ ഉണ്ട്. അപ്പൊ ഇവരത് അടക്കി ഭരിക്കുമ്പോൾ അവിടെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വന്നാൽ അവരെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇവർ കുറച്ച് 5-6 പേരുടെ ഒരു അജണ്ടയാണ്. അപ്പൊ അതിനവർ നല്ല തിരക്കഥകൾ രചിക്കും. ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തിപരമായി ഞാനൊരു വ്യക്തികളെ ആക്ഷേപിക്കില്ല, പക്ഷേ അനിൽ തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ സാന്ദ്ര തോമസിനെ പുറത്താക്കുന്നതിനും ഈ ചേംബർ പുള്ളി എവിടെ കയറിയാലും പ്രശ്നമാണ്. ഞാനത് സുരേഷ് കുമാറിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഞാനത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സിയാദ് കോക്കോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആൻഡോ ജോസഫ് എന്നോട് പറയാറുണ്ട്, സാന്ദ്ര തോമസിനെ നിങ്ങൾ നോക്കൂ, ഞാൻ ആദ്യമായിട്ട് തുറന്നു പറയും, ഇന്നലെയും വിളിച്ചു, ഇന്ന് വിളിച്ചിട്ടില്ല. ആൻഡോ ജോസഫ് പറയാം എന്നോട്, എൻ്റെ സഹിച്ചേട്ടാ ഞാൻ എപ്പോഴും പറയും, അങ്ങനെ പുറത്താക്കല്ലേ എന്ന് ഞാൻ അന്ന് വൈകിട്ടും പറഞ്ഞു. അതാണ് എൻ്റെ വിഷമം. അവസാനം പാപം ഏൽക്കേണ്ടി വന്ന ആരൊക്കെയാണ്? ചില വ്യക്തികളാണ്. അപ്പൊ സാന്ദ്ര തോമസിനെ സംബന്ധിച്ചോളം ഒരു വ്യക്തി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവർ പ്രതികരിക്കാൻ ശ്രമിക്കും. നമ്മളങ്ങനെയല്ലേ? പുറത്താക്കപ്പെട്ട ഒരു വ്യക്തി വെറുതെ മാറി നിൽക്കുമോ? ഒരു സംഘടനയിൽ നിന്നും സിനിമ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പുറത്താക്കപ്പെട്ടാൽ നമ്മളെ സ്ഥാനത്ത് ചിന്തിച്ച് നോക്കി നമ്മൾ വെറുതെ ഇരിക്കുമോ? നമ്മൾ ആഞ്ഞടിക്കും. പിന്നെ നമ്മൾ അന്തം വിട്ട പ്രതി എന്തും ചെയ്യുന്ന പറഞ്ഞ പോലെ നമ്മൾ എന്തും ചെയ്യും, സ്വാഭാവികമാണ്. അപ്പോൾ അകലുകയാണ് വ്യക്തികൾ തമ്മിൽ പരസ്പരം ചെളിവാരി എറിയാണ്. എനിക്ക് ചെളിവാരി എറിയാൻ എൻ്റെ ഒത്തിരി കാര്യങ്ങൾ ഇരിപ്പുണ്ട്. ഞാൻ ചെളിവാരി എറിയാത്ത എന്തുകൊണ്ടാണ്? അത് എൻ്റെ സംഘടനയാണ്. എൻ്റെ സംഘടന ഞാൻ ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇന്ന് വരെ എത്രയോ വർഷമായി ഞാൻ ചാനലുകളെ കാണുന്നു. എൻ്റെ സംഘടനയെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയില്ല. എൻ്റെ ഫിലിം ചേംബറിനെയോ എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനെയോ എൻ്റെ പ്രൊഡ്യൂസർ അസോസിയേഷനും ഇപ്പോഴും ഞാൻ അതിനെ സ്നേഹിക്കുന്നു. പക്ഷേ അതിലെ ചില അംഗങ്ങളുണ്ടല്ലോ, ഈ കുലം പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നവർ, അവർക്കെതിരെ ഞാൻ വിരൽ ചൂണ്ടും. മെമ്പേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സാധാരണക്കാർ, അവർക്ക് എന്നെ ഇഷ്ടമാണ്, അവർക്കറിയാം എന്നെ. അതുകൊണ്ട് തന്നെ ഇന്ന് സാന്ദ്ര തോമസിന്റെ വിധി വരികയാണ്. സാന്ദ്ര തോമസ് പ്രസിഡന്റായി മത്സരിക്കാൻ ശ്രമിച്ചാൽ ഞാൻ സ്വാഭാവികമായും ട്രഷറായി മാറും. കാരണം എന്താണ്? 3-4 ഞാൻ ജനറൽ സെക്രട്ടറിയായിട്ട് മത്സരിക്കാനിരുന്ന പ്രൊഡ്യൂസർ അസോസിയേഷൻ, അപ്പോൾ വിനയം വരുന്നു, അവിടെ കലിം ശശി വരുന്നു. അപ്പോൾ ലെസ്റ്റിൻ ചോദിച്ചു എന്നോട്, സഹിച്ചേട്ടൻ മത്സരിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞു മത്സരിച്ചാൽ കൊള്ളാം. അപ്പോൾ ലെസ്റ്റിനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ മത്സരിച്ചു. അപ്പോൾ ഞാൻ മാറി. പിന്നെ ഗ്യാപ്പുള്ളടത്തിൽ നിങ്ങളിപ്പോൾ ഇവിടെ സീറ്റ് ഉണ്ടെങ്കിൽ ഗ്യാപ്പുള്ള സീറ്റിലേ വന്നിരിക്കത്തുള്ളൂ. ഞാൻ പ്രസിഡന്റായിട്ട് കൊടുത്തു, അപ്പോൾ പറയുകയാണ് ഞാൻ സാന്ദ്ര തോമസിന്റെ ആളാണ്. ഞാൻ ട്രഷറായിട്ട് നോമിനേഷൻ കൊടുത്തു, അപ്പോൾ പറയാം ഞാൻ സാന്ദ്ര തോമസ് വരുന്നതിന് മുമ്പ് സിനിമാ രാഷ്ട്രീയം തുടങ്ങിയ ആളാണ്. 2004 സിനിമാ രാഷ്ട്രീയം തുടങ്ങിയ ആളാണ്. അപ്പം ഞാൻ ആരുടെയും വ്യക്തിപരമായി ആരെയും സപ്പോർട്ട് ചെയ്തില്ല. ഞങ്ങൾക്ക് ലോബി ഇല്ല, ഞങ്ങൾക്ക് എന്താ പറഞ്ഞത് ഒരു പാനലില്ല. പക്ഷെ ഞങ്ങളുടെ മെമ്പർമാർ വിവരം ബോധമുള്ളവരാണ്. സിനിമാ നിർമ്മാതാക്കൾ എന്നൊക്കെ പറഞ്ഞവരെ പൊട്ടന്മാരൊന്നുമല്ല. നല്ല വിദ്യാഭ്യാസവും നല്ല തറവാടിത്തവും നല്ല അറിവും ഇവിടെ നടക്കുന്ന മുഴുവൻ കാര്യത്തെക്കുറിച്ചും നന്നായി ചിന്തിക്കുന്നവരാണ്. അപ്പം അല്ല, ലക്ഷ്യമുണ്ട്.
അദ്ദേഹം ഇത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ബഡ്ജറ്റ് ഓരോ മാസം ബഡ്ജറ്റ് വെളിവിട്ടല്ലോ. ആരാ വെളിവിട്ടത്? ഈ അനിൽ തോമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒറ്റ നിർബന്ധമായിരുന്നു വെളിവിട്ടത്. അറിയാമോ? ഞാൻ അനിൽ തോമസ് എന്നോട് പറയുകയാണ്, രഹസ്യമായി എന്നോട് പറഞ്ഞതാണ്, നമുക്ക് പണം ചെയ്യണ്ടേ, പണി കൊടുക്കാവുന്നത് എന്നോട് പറഞ്ഞതാണ്. ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.